റേഡിയോളജി എമർജൻസികളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്നവ മനസ്സിലാക്കാം. റേഡിയോളജിക്കൽ ന്യൂക്ലിയർ എമർജൻസി എന്നിവ നിർവചിക്കുക. റേഡിയേഷനും അതിൻ്റെ തരങ്ങളും വിവരിക്കുക. വിവിധ മേഖലകളിൽ റേഡിയേഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുക. റേഡിയേഷൻ എക്സ്പോഷറും അതിൻ്റെ തരങ്ങളും വിശദീകരിക്കുക. വലിയ അളവിലുള്ള വികിരണം മനുഷ്യരിൽ ചെലുത്തുന്ന സ്വാധീനം വിവരിക്കുക. റേഡിയോളജിക്കൽ ന്യൂക്ലിയർ എമർജൻസികളിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ആയ കാര്യങ്ങൾ വിശദീകരിക്കുക. റേഡിയോളജിക്കൽ ന്യൂക്ലിയർ എമർജൻസികളിൽ സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക. റേഡിയോളജിക്കൽ അത്യാഹിതങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ആരംഭിക്കാം. അയണൈസിംഗ് റേഡിയേഷൻ്റെ റിലീസ്, എക്സ്പോഷർ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ എന്നിവ ഉൾപ്പെടുന്ന അപ്രതീക്ഷിതവും അപകടകരവുമായ സാഹചര്യങ്ങളെ റേഡിയോളജിക്കൽ എമർജൻസികൾ എന്ന് സൂചിപ്പിക്കുന്നു. റിലീസ് ചെയ്യപ്പെടുന്ന വികിരണങ്ങൾ ആൽഫ കണികകൾ, ബീറ്റ കണികകൾ, ന്യൂട്രോണുകൾ, ഗാമ കിരണങ്ങൾ, എക്സ്റേകൾ എന്നിങ്ങനെ പലതരത്തിലുമാകാം. ആണവ നിലയങ്ങൾ, ആശുപത്രികൾ, വ്യവസായങ്ങൾ, കൃഷി ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ റേഡിയോളജിക്കൽ എമർജൻസികൾ സംഭവിക്കാം. റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ ആണവ വസ്തുക്കളുടെ ഗതാഗത സമയത്ത് റേഡിയോളജിക്കൽ അത്യാഹിതങ്ങൾ അല്ലെങ്കിൽ എമർജൻസികൾ ഉണ്ടാകാം. ഇത് തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും പരിസ്ഥിതിയുടെയും സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും അപകടമുണ്ടായേക്കാം. അവയുടെ ആഘാതം കുറയ്ക്കുന്നതിനും ദോഷം തടയുന്നതിനും ഉടനടി പ്രതികരണവും നിയന്ത്രണ നടപടികളും ആവശ്യമായി വന്നേക്കാം. അടുത്തതായി നമുക്ക് ന്യൂക്ലിയർ എമർജൻസികളെക്കുറിച്ച് പഠിക്കാം. റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അപകടമോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ പുറത്തുവിടുകയോ ചെയ്താൽ ന്യൂക്ലിയർ എമർജൻസികൾ പ്രഖ്യാപിക്കാം. ഈ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ നിന്നുള്ള വികിരണങ്ങൾ ആരോഗ്യപരമായ അപകടങ്ങൾക്ക് കാരണമാകും. ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന വിനാശകരമായ അണവായുധാക്രമണങ്ങളുടെ ഓർമ്മകൾ, അമേരിക്കയിലെ 3 മൈൽ ഐലൻഡിലും മുൻ സോവിയറ്റ് യൂണിയനിലെ ചെർണോബിലും ജപ്പാനിലെ ഫുകുഷി ഡേച്ചി ആണവ നിലയത്തിലും നടന്ന അപകടങ്ങൾ എന്നിവ ആളുകൾക്ക് ന്യൂക്ലിയർ അപകടങ്ങളെക്കുറിച്ചുള്ള ധാരണയുണ്ടാക്കി. ആ സംഭവങ്ങളുടെ ഓർമ്മകൾ മറക്കാൻ പ്രയാസമാണ്. പലരും ആണവ അപകടങ്ങളെ ഈ ചരിത്ര സംഭവങ്ങളുമായി മാത്രം ബന്ധപ്പെടുത്തുന്നു. എന്നിരുന്നാലും ചെറിയ തോതിലുള്ള ന്യൂക്ലിയർ റേഡിയോളജിക്കൽ അത്യാഹിതങ്ങൾക്കും നാം തയ്യാറായിരിക്കണം എന്നത് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. റേഡിയേഷനെ കുറിച്ചും അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ പഠിക്കാം. ചലനത്തിലുള്ള ഊർജമാണ് റേഡിയേഷൻ. റേഡിയേഷൻ്റെ ഏറ്റവും ലളിതവും അറിയപ്പെടുന്നതുമായ ഉദാഹരണം സൂര്യനിൽ നിന്നോ തീപിടിച്ചൊരു വസ്തുവിൽ നിന്നുള്ള പ്രകാശമാണ്. ഈ പ്രകാശത്തിൻ്റെ തീവ്രത കൂടുതലായിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് വേനൽക്കാലത്ത് അത് ദോഷം വരുത്താനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു നിശ്ചിത പരിധിയേക്കാൾ കുറവായിരിക്കുമ്പോൾ അത് ശാന്തവും നിരുദ്രവകരവുമാണ്. എന്നാൽ ശൈത്യകാലത്ത് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെയോ വികിരണത്തിൻ്റെയോ തീവ്രത കുറയുന്നതിനാൽ നമ്മൾ വിറക് കത്തിച്ച് ചൂട് മൂലം വികിരണം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നു. അതിനാൽ റേഡിയേഷൻ മരുന്നിന് സമാനമാണ്. അത് ശരിയായ അളവിൽ ലഭിക്കുമ്പോൾ അതുമൂലമുണ്ടാകുന്ന ദോഷത്തേക്കാൾ കൂടുതൽ ഗുണം ചെയ്യും. അതേസമയം അമിത അളവ് മരണത്തിന് പോലും കാരണമായേക്കാം. പ്രകൃതിയിലുള്ള റേഡിയേഷൻ അയണൈസിംഗ് അല്ലെങ്കിൽ നോൺ അയണൈസിംഗ് ആകാം. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുക. ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോണുകളെ പുറന്തള്ളാൻ ആവശ്യമായ ഊർജമുള്ള വികിരണമാണ് അയണൈസിംഗ് റേഡിയേഷൻ. അതായത് ആൽഫ, ബീറ്റ കണികകൾ, ന്യൂട്രോണുകൾ, ഗാമ കിരണങ്ങൾ, എക്സ്റേകൾ തുടങ്ങിയവ അയണൈസ് ആറ്റങ്ങളാണ്. ഒരാറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജമില്ലാത്ത തരം വികിരണമാണ് നോൺ അയണൈസിംഗ് റേഡിയേഷൻ എന്നറിയപ്പെടുന്നത്. വൈദ്യുത ലൈനിൽ നിന്നുള്ള വികിരണങ്ങൾ, റേഡിയോ, TV തരംഗങ്ങൾ, സെൽഫോണുകൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് ഉപകരണങ്ങൾ, ദൃശ്യപ്രകാശം തുടങ്ങിയവ നോൺ അയണൈസിംഗ് റേഡിയേഷൻ ഉദാഹരണങ്ങളാണ്. റേഡിയേഷൻ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്
ആരോഗ്യ സംരക്ഷണ മേഖലയിൽ രോഗനിർണയത്തിനും ചികിത്സക്കായും റേഡിയേഷൻ ഉപയോഗിക്കുന്നു. വ്യവസായ മേഖലയിൽ ഭക്ഷ്യസംസ്കരണം, റേഡിയോഗ്രഫി, ഗേജുകൾ, അളക്കൽ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ഗവേഷണ മേഖലയിൽ റേഡിയേഷൻ സാമ്പിളുകൾ, കാലിബ്രേഷൻ സോഴ്സുകൾ, ട്രേസറുകൾ എന്നിവ കണ്ടെത്തുന്നതിന് റേഡിയേഷൻ ഉപയോഗിക്കുന്നു. കൂടാതെ കാർഷിക മേഖലയിൽ ട്രേസർ പഠനത്തിനായി റേഡിയേഷൻ ഉപയോഗിക്കുന്നു. നമുക്ക് അടുത്തതായി റേഡിയേഷൻ എക്സ്പോഷർ രീതികളെക്കുറിച്ച് പഠിക്കാം. ബഹിരാകാശത്തു നിന്നോ ഭൂമിയിലെ വസ്തുക്കളിൽ നിന്നോ നമ്മളിലേക്ക് എത്തുന്ന വികിരണങ്ങളുടെ ഒരു മഹാസമുദ്രത്തിലാണ് നമ്മൾ പ്രായോഗികമായി നിൽക്കുന്നത്. പശ്ചാത്തല വികിരണം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബഹിരാകാശത്തു നിന്നുള്ള കോസ്മിക് കിരണങ്ങൾ, ഭൂമിയിലെ വസ്തുക്കളിൽ നിന്നുള്ള ഭൗമഗാമാരശ്മികൾ, മണ്ണിലും കെട്ടിടത്തിലും പ്രകൃതിദത്തമായി സംഭവിക്കുന്ന റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ സാന്നിധ്യം എന്നിവയുൾപ്പെടെ പരിസ്ഥിതിയിലെ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നും ഉദ്ഭവിക്കുന്ന കുറഞ്ഞ അളവിലുള്ള അയണൈസിംഗ് വികിരണങ്ങളിലേക്ക് വ്യക്തികൾ തുടർച്ചയായി എക്സ്പോഷർ ചെയ്യുന്നതിനെയാണ് പശ്ചാത്തല വികിരണ എക്സ്പോഷർ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ആംബിയന്റ് റേഡിയേഷൻ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. കൂടാതെ സ്വാഭാവിക പശ്ചാത്തല വികിരണത്തിലേക്കുള്ള ഒരു സാധാരണ വാർഷിക എക്സ്പോഷർ പ്രതിവർഷം 2.4 മില്ലി സിവേർട്ടുകളാണ്. പശ്ചാത്തല വികിരണം താരതമ്യേന കുറവാണെന്നതും വ്യക്തികൾ പതിവായി നേരിടുന്ന വികിരണത്തിന്റെ അടിസ്ഥാന തലം രൂപപ്പെടുത്തുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. റേഡിയേഷൻ എക്സ്പോഷർ എന്നത് ശരീരം വികിരണത്തിന് വിധേയമാകുന്ന സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആന്തരിക എക്സ്പോഷർ, ബാഹ്യ എക്സ്പോഷർ എന്നിങ്ങനെ 2 തരം റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ട്. ബാഹ്യ എക്സ്പോഷർ എന്നാൽ നിലത്തോ വായുവിലോ ഉള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ നിന്നോ വസ്ത്രങ്ങളിലോ ശരീരത്തിന്റെ ഉപരിതലത്തിലോ ഘടിപ്പിച്ചിരിക്കുന്ന മറ്റു വസ്തുക്കളിൽ നിന്നുള്ള വികിരണം സ്വീകരിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. മറിച്ച് ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലോ പാനീയത്തിലോ ഉള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ മൂലമോ, ഒരു വ്യക്തി വായുവിലെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ശ്വസിക്കുമ്പോഴോ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ചർമ്മത്തിലൂടെ ആഗിരണം ചെയ്യപ്പെടുമ്പോഴോ, മുറിവിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴോ, വൈദ്യചികിത്സക്കായി റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അടങ്ങിയ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് നൽകുമ്പോഴോ ആണ് ആന്തരിക എക്സ്പോഷർ ഉണ്ടാകുന്നത്. ഈ 2 സാഹചര്യങ്ങളിലും ശരീരം ഒരുപോലെ റേഡിയേഷന് വിധേയമാണ്. അടുത്തതായി വലിയ അളവിൽ റേഡിയേഷനുമായി സമ്പർക്കം പുലർത്തുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഉയർന്ന തോതിലുള്ള റേഡിയേഷനുമായി ഇടപെടുമ്പോൾ അത് ഉയർത്തുന്ന അപകട സാധ്യതകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ അളവിലുള്ള റേഡിയേഷനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ 2 വ്യത്യസ്ത തരം ബയോളജിക്കൽ ഇഫക്റ്റുകൾ കാരണമാകും. അത് സൊമാറ്റിക് എഫക്റ്റും ജനിതക അല്ലെങ്കിൽ ജനറ്റിക് എഫക്റ്റുമാണ്. സൊമാറ്റിക് എഫക്റ്റ് നേരിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ ബാധിക്കുന്നു. എന്നാൽ ജനിതക എഫക്റ്റ് തലമുറകളെ കൂടി ബാധിക്കുന്നു. റേഡിയേഷന്റെ സ്വാഭാവിക ഉറവിടങ്ങളിൽ നിന്നുള്ള ഫലപ്രദമായ ഡോസിന്റെ മൂല്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മൂല്യങ്ങൾ കോസ്മിക് കിരണങ്ങൾ, ഭൗമഗാമ കിരണങ്ങൾ, ആന്തരിക വികിരണം, റാഡോൺ തുടങ്ങിയ മൂലകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റേഡിയേഷൻ എക്സ്പോഷറിന്റെ അളവിനെ പ്രതിനിധീകരിക്കുന്നു. UK-യിൽ ഈ പ്രകൃതിദത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള സാധാരണ വാർഷിക ഡോസ് പ്രതിവർഷം 2.4 മില്ലി സിവേർട്ട് വരെയാണ്. അടുത്തതായി ഇന്നത്തെ കാലത്ത് റേഡിയോളജിക്കൽ ന്യൂക്ലിയർ സംഭവങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഇന്ന് റേഡിയോളജിക്കൽ ആണവ സംഭവങ്ങളുടെ ആഘാതം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചതിനാലും സാമ്പത്തിക പുരോഗതി മൂലം കൂടുതൽ വിപുലമായ നഗര അടിസ്ഥാന സൗകര്യങ്ങളുള്ളതിനുമാണ് അങ്ങനെ കരുതുന്നത്. എന്നിരുന്നാലും മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമുള്ളത് ഈ അടിയന്തര ഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മെ സഹായിക്കുന്നു. ഇത് ആശയവിനിമയം, ഗതാഗതം, വൈദ്യസഹായം എന്നിവ മെച്ചപ്പെടുത്തുന്നു, നമ്മളെ മികച്ച രീതിയിൽ തയ്യാറാക്കുന്നു. അടുത്തതായി ആണവ റേഡിയോളജിക്കൽ അത്യാഘാതങ്ങൾക്കുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആണവ അത്യാഹിതങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആണവ കേന്ദ്രത്തിലെ വിവിധ സേവന ഗ്രൂപ്പുകളുടെ ഏകോപനം അത്യാവശ്യമാണ്. പൊതുമണ്ഡലത്തിൽ റേഡിയോളജിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ജില്ലാ, സംസ്ഥാന, കേന്ദ്ര എന്നീ 3 തലത്തിലുള്ള എല്ലാ അധികാരികളും നിർണായക പങ്കുവഹിക്കുകയും പൊതുജനങ്ങളെ ഫലപ്രദമായി പ്രതികരിക്കുന്നതിനും അവരെ അറിയിക്കുന്നതിനും ഓഫ്സൈറ്റ് ഉദ്യോഗസ്ഥരെ സഹായിക്കുകയും
വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അടുത്തതായി ഈ മുൻകരുതലുകളിൽ ചിലത് നമുക്ക് പഠിക്കാം. റേഡിയോളജിക്കൽ ന്യൂക്ലിയർ എമർജൻസി സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വീടിനുള്ളിൽ തന്നെ ഇരിക്കുക. റേഡിയേഷൻ എക്സ്പോഷർ ചെയ്യാതിരിക്കാൻ വാതിലുകളും ജനാലകളും അടയ്ക്കുക. എല്ലാ ഭക്ഷണവും വെള്ളവും മൂടിവെക്കുക. അത്തരം മൂടിവെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിക്കുക. റേഡിയോ ടെലിവിഷനും ഓണാക്കി നിങ്ങളുടെ പ്രാദേശിക അധികാരികളിൽ നിന്നുള്ള പൊതു അറിയിപ്പുകൾക്കായി നോക്കുക. തുറസായ സ്ഥലത്ത് നനഞ്ഞ തൂവാല, ധോത്തി അല്ലെങ്കിൽ സാരി എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖവും ശരീരവും മൂടുക. വീട്ടിലേക്ക് തന്നെ മടങ്ങുക. വസ്ത്രങ്ങൾ മാറ്റുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക. പൂർണ്ണമായി കഴുകിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക. പ്രാദേശിക അധികാരികളോട് പൂർണ്ണമായ സഹകരണം നൽകുക. അവരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കുക. മരുന്ന് കഴിക്കാനും ഇവാക്വേഷനുമുള്ള ഓർഡറുകൾ അനുസരിക്കുക. അപകടങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുടുംബം അറിഞ്ഞിരിക്കണം. കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമിടയിൽ ആണവ വികിരണ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുക. റേഡിയേഷനുള്ള അവരുടെ ഭയം കുറയ്ക്കുക. പരിഭ്രാന്തി അരുത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന കിംവദന്തികളിൽ വിശ്വസിക്കരുത്. റേഡിയേഷൻ എക്സ്പോഷർ ചെയ്യാതിരിക്കാൻ പുറത്തു പോവുകയോ താമസിക്കുകയോ ചെയ്യരുത്. കഴിയുന്നതും തുറന്ന കിണറുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നുമുള്ള വെള്ളം ഒഴിവാക്കുക. തുറന്ന പച്ചക്കറികളും പുറത്തുനിന്നുള്ള ഭക്ഷണവും വെള്ളം അല്ലെങ്കിൽ പാൽ എന്നിവയും ഒഴിവാക്കുക. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷ ഉറപ്പാക്കാൻ പരമാവധി ശ്രമിക്കുന്ന ജില്ലാ സിവിൽ അധികൃതരുടെ എല്ലാ നിർദ്ദേശവും പാലിക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ സംരംഭങ്ങൾ നോക്കാം. ആണവോർജ്ജ വകുപ്പും അതിന്റെ ഘടക സ്ഥാപനങ്ങളും ആണവശാസ്ത്രം, സാങ്കേതിക വിദ്യ, നൂതനാശയങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. വൈദ്യുതി ഉൽപാദനം, ഗവേഷണം, വികസനം, സുരക്ഷ, സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, അന്താരാഷ്ട്ര സഹകരണങ്ങൾ, സാമൂഹ്യ ഉപയോഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ആണവശാസ്ത്രവും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിക്കാണ്. കൃഷി, ആരോഗ്യ സംരക്ഷണം, വ്യാവസായിക പ്രയോഗങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഉപകരണമായി റേഡിയേഷൻ പ്രയോജനപ്പെടുത്തുന്നതിനായി DAE പ്രവർത്തിക്കുന്നു. സമാധാനപരവും പ്രയോജനകരവുമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജത്തിന്റെയും റേഡിയേഷന്റെയും സുരക്ഷിതമായ ഉപയോഗത്തെക്കുറിച്ചുള്ള പൊതുധാരണ മെച്ചപ്പെടുത്തുന്നതിന് ശരിയായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് അച്ചടി മാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും അത്തരമൊരു സജീവ പരിപാടിക്ക് ഇതിനകം തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. നമ്മുടെ രാജ്യത്ത് ആണവ റേഡിയേഷൻ പ്രയോഗങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിൽ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ പങ്കിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ചില പൊതുബോധവൽക്കരണ പരിപാടി നടത്താനും മറ്റുള്ളവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും തീരുമാനിച്ചു. മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷം വരുത്താതെ ആണവോർജ്ജത്തിന്റെയും റേഡിയേഷന്റെയും സുരക്ഷിതമായ ഉപയോഗം എങ്ങനെ ഉറപ്പാക്കുന്നു എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്ന സന്ദർശകർക്കായി വെബ്സൈറ്റിൽ ഒരു വിജ്ഞാന അടിത്തറ ലഭ്യമാക്കാനും തീരുമാനിക്കുന്നു. അടുത്തതായി റേഡിയോളജിക്കൽ ന്യൂക്ലിയർ എമർജൻസികളിൽ സന്നദ്ധ പ്രവർത്തകരുടെ പങ്കിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ന്യൂക്ലിയർ റേഡിയോളജിക്കൽ അത്യാഹിതങ്ങളിൽ NDRFന്റെ പങ്ക് വളരെ നിർണായകമാണ്. ആദ്യം ഫസ്റ്റ് റെസ്പോണ്ടർമാർക്കായി തീവ്രമായ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം നടത്തി അവരെ സജ്ജരാക്കുന്നു. ഇങ്ങനെ കമ്മ്യൂണിറ്റി അവയർനെസ്സിന് മുൻഗണന നൽകുന്നു. സിവിലിയന്മാരെ പരിശീലിപ്പിക്കുകയും തയ്യാറെടുപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ തരത്തിലുള്ള മോക്ക് എക്സസൈസുകൾ നടത്തി കൂടുതൽ ഫലപ്രദമായ പ്രതികരണത്തിനായി സ്റ്റേക്ക് ഹോൾഡേഴ്സിടയിൽ ഏകോപനം വർദ്ധിപ്പിക്കുന്നു. ഓഫ് സൈറ്റ് എമർജൻസി സന്ദർഭങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പൊതുജനങ്ങളെ ഒഴിപ്പിക്കാൻ NDRF സഹായിക്കുന്നു. അവരുടെ വൈദഗ്ധ്യം സംഭവത്തിനു ശേഷമുള്ള പോസ്റ്റ് ഇൻസിഡന്റ് മെഷേഴ്സിലേക്കും കടക്കുന്നു. ബാധിതരായ വ്യക്തികളെയും റേഡിയേഷൻ അടങ്ങിയ പ്രദേശങ്ങളെയും സുപ്രധാനമായി അണുവിമുക്തമാക്കൽ നടത്തുന്നു. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ DAE, DRDO എന്നിവ വിദഗ്ധരുമായി സഹകരിക്കുന്നത് വേഗത്തിലുള്ളതും സമഗ്രവുമായ റെസ്പോൺസിനും വിഭവങ്ങളുടെ ഏകീകരണത്തിനും സഹായിക്കുന്നു.
പൊതുസുരക്ഷയ്ക്കായി ആണവ റേഡിയോളജിക്കൽ അത്യാഹിതങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിൽ NDRFന്റെ നിർണായക പങ്ക് ഈ കൂട്ടായ പരിശ്രമത്തിൽ ഉണ്ട്. റേഡിയോളജിക്കൽ ന്യൂക്ലിയർ എമർജൻസികളിൽ സന്നദ്ധ പ്രവർത്തകർക്ക് പല രീതിയിൽ സഹായിക്കാൻ കഴിയും. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും സന്നദ്ധ പ്രവർത്തകർക്ക് സഹായിക്കാനാകും. ആളുകളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അവർക്ക് സഹായിക്കാൻ സാധിക്കും. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാനും ബാധിക്കപ്പെട്ടവരുടെ സുരക്ഷയ്ക്കും സന്നദ്ധ പ്രവർത്തകർക്ക് അധികാരികളുമായി സഹകരിക്കാൻ സാധിക്കും. സന്നദ്ധ പ്രവർത്തകർ വളരെ ജാഗ്രത പാലിക്കുകയും അസാധാരണവും സംശയാസ്പദവുമായ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കേണ്ടതുമാണ്. കൂടാതെ ഇത് അധികാരികളുടെ ശ്രദ്ധയിലും പെടുത്തണം. മലിനീകരിക്കപ്പെട്ട ഭക്ഷണം, ഭൂമി, വെള്ളം എന്നിവയിൽ കൂടി വികിരണങ്ങൾ ബാധിക്കാമെന്ന് പൊതുജനങ്ങളെ ബോധിപ്പിക്കാൻ വളണ്ടിയർമാർക്ക് സാധിക്കും. ഇതോടെ നമ്മൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മൊഡ്യൂളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് ഓർത്തെടുക്കാം. റേഡിയേഷൻ സ്രോതസ്സുകളുടെ ഉപയോഗം, റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ, റേഡിയേഷൻ സ്രോതസ്സുകൾ ഉൾപ്പെടുന്ന ദോഷകരമായ പ്രവർത്തനങ്ങൾ, ആണവ നിലയങ്ങൾ എന്നിവയിൽ നിന്ന് റേഡിയോളജിക്കൽ എമർജൻസികൾ ഉണ്ടാകാം. പരിസ്ഥിതിയിലെ സ്വാഭാവിക സ്രോതസ്സുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കുറഞ്ഞ അളവിലുള്ള അയണൈസിംഗ് റേഡിയേഷനിലേക്ക് വ്യക്തികൾ തുടർച്ചയായി എക്സ്പോഷർ ചെയ്യുന്നതിനെയാണ് പശ്ചാത്തല വികിരണം എന്നറിയപ്പെടുന്നത്. റേഡിയേഷൻ എക്സ്പോഷർ എന്നത് ശരീരം വികിരണത്തിന് വിധേയമാക്കുന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു. വലിയ അളവിലുള്ള റേഡിയേഷനുമായി സമ്പർക്കം പുലർത്തുന്നത് സൊമാറ്റിക് അല്ലെങ്കിൽ ജനിതക എഫക്റ്റുകൾ ഉണ്ടാക്കും. പ്രതിവർഷം 2.4 മില്ലിസിവോട്ടാണ് സ്വാഭാവിക പശ്ചാത്തല വികിരണത്തിനുള്ള വാർഷിക എക്സ്പോഷർ. ന്യൂക്ലിയർ റേഡിയോളജിക്കൽ എമർജൻസികൾക്കുള്ള തയ്യാറെടുപ്പിൽ ജില്ലാ, സംസ്ഥാന, കേന്ദ്ര തലങ്ങളിലെ വിവിധ സേവന ഗ്രൂപ്പുകളും അധികാരികളും തമ്മിലുള്ള ഏകോപനം ഉൾപ്പെടുന്നു. കുടുംബങ്ങളിലും കുട്ടികളിലും ഭയം കുറയ്ക്കുന്നതിനും തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തുന്നതിനും ആണവ വികിരണത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണം. ഇനി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. ഇതൊരു വിലയിരുത്തൽ എക്സാമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപോലെ മൂല്യമുള്ളതാണ്. പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് 60% സ്കോർ വേണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. ഉചിതമായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കി.